Okay, welcome back to the next lecture. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്, അതിൻ്റെ ഡെഫിനിഷന്, അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് കാണുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. എങ്ങനെയാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം, അതിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് തന്നിരുന്നു. അപ്പോൾ അതിൽ ലാസ്റ്റ് തന്നിരുന്ന പ്രോബ്ലംസ് സെറ്റായിരുന്നു ഇത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പ്രോബ്ലം, ഇതിൽ പ്രോബ്ലം എന്നുള്ളത് സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ ഓൺ ദ ഇൻ്റർവൽ ടി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാഫ്, എല്ലാ ഫംഗ്ഷനുകളുടെയും ഗ്രാഫ് സ്കെച്ച് ചെയ്യൽ നമുക്ക് ബുദ്ധിമുട്ടാകും. പക്ഷെ നമ്മളിവിടെ ഗ്രാഫ് സ്കെച്ച് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ആ ഫംഗ്ഷനുകളുടെ ഒരു എക്സ്പ്ലിസിറ്റ് ഫോം കാണണം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പ്രോബ്ലമാണ് u1 ഓഫ് ടി പ്ലസ് 2u3 ഓഫ് ടി മൈനസ് 6u4 ഓഫ് ടി. ഓക്കെ, ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. u1t ഉണ്ട്, ഇതിൽ u3 ഉണ്ട്, u4, ഇതെല്ലാം സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്കിതൊരു എക്സ്പ്ലിസിറ്റ് ഫോമിൽ ഇതിനെ കൺവേർട്ട് ചെയ്യണം, അതാണ് നമ്മുടെ എയിം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഗിവൺ h ഓഫ് ടി ഈക്വൽ ടു u1 ഓഫ് ടി പ്ലസ് 2u3 ഓഫ് ടി മൈനസ് 6u4 ഓഫ് ടി where t greater than or equal to 0. Find the explicit form of h of t. Okay, so this is our question. u1 of t plus 2u3 of t minus 6u4 of t where t greater than or equal to 0. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ പിന്നെ u1 ഓഫ് ടി ഉണ്ട്, സ്റ്റെപ്പ് ഫംഗ്ഷനാണ്, u3 ഓഫ് ടി ഉണ്ട്, അതുപോലെ തന്നെ u4 ഓഫ് ടി ഉണ്ട്, 3 സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് u1 ഓഫ് ടി? u1 ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ടി ലെസ് ദാൻ 1, ടീൻ്റെ വാല്യൂ 1-നേക്കാളും ചെറുതാവുമ്പോൾ u1 ഓഫ് ടിയുടെ വാല്യൂ എന്തായിരിക്കും? ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. ദെൻ വെൻ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, 1-നേക്കാളും വലുതാകുമ്പോൾ, ടീൻ്റെ വാല്യൂ 1-നേക്കാളും വലുതാകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഫംഗ്ഷൻ u3 ഓഫ് ടി ആണ്. u3 ഓഫ് ടി എന്ന് പറയുമ്പോൾ ടീൻ്റെ വാല്യൂ 3-നേക്കാളും ചെറുതാവുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ, ദാറ്റ് ഈസ് u3 ഓഫ് ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. Okay, when t less than 3, then u3 of t equal to 0, and when t greater than or equal to 3, then u3 of t equal to 1. Okay, ഇപ്പോൾ ഇവിടെ t equal to 3, ഇവിടെ ഈക്വാലിറ്റി ഉണ്ട്. ആ സമയത്ത് u3 of t എന്താണ്? 1. t equal to 3ലും അതുപോലെ 3-നേക്കാളും വലിയ ടീകൾക്കും u3 of t എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അടുത്തത് step function u4 of t. So when t less than 4, the value of u4 of t equal to 0, and when t greater than 4 and or equal to 4, greater than or equal to 4, then u4 of t equal to 1 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓരോ സ്റ്റെപ്പ് ഫംഗ്ഷനുകളുടെയും വാല്യൂസ് എന്ന് പറയുന്നത് ഓരോ ഇൻ്റർവെല്ലിലും. ഓക്കെ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓരോ സ്റ്റെപ്പ് ഫംഗ്ഷനുകളുടെയും ഡെഫിനിഷനായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് ഈ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. 1-നേക്കാളും ചെറുതാവുന്ന സമയത്ത് 0, 1-നേക്കാളും വലുതാവുന്ന സമയത്ത് 1, ഏത് u1 ഓഫ് ടി എന്ന് പറയുന്നത്. ദെൻ u3 ഓഫ് ടി എന്താണ്? 3-നേക്കാളും ചെറുതാകുമ്പോൾ 0, 3-നേക്കാളും വലുതാകുമ്പോൾ 1 ആണ്. ആൻഡ് u4 ഓഫ് ടി എന്ന് പറയുന്നത് 4-നേക്കാളും ചെറുതാകുമ്പോൾ 0, 4-നേക്കാളും വലുതാകുമ്പോൾ 1. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്, u1 ഓഫ് ടി പ്ലസ് 2u3 ഓഫ് ടി മൈനസ് 6u4 ഓഫ് ടി. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്പറേഷൻസ് എല്ലാം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഓരോ ഫംഗ്ഷനുകളെയും നമ്മൾ
കറസ്പോണ്ടിങ് കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ. ഇപ്പോൾ ഇവിടെ നമ്മുടെ u1 ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 u1 ഓഫ് ടി അത് തന്നെയാണ്, നേരത്തെ ഉള്ളത് ഫംഗ്ഷൻ തന്നെയാണ്. 1നേക്കാളും ചെറുതാകുമ്പോൾ 0, 1നേക്കാളും വലുതാകുമ്പോൾ 1. ഇവിടെ 2u3 ഓഫ് ടി ഉണ്ട് എന്ന് വെച്ചാൽ 3നേക്കാളും ചെറുതാകുമ്പോൾ 2u ഓഫ് 3 ഇവിടെ 0 ആണ്. ഓൾറെഡി u3 ഓഫ് ടി 0 ആണ്, അതിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയിരിക്കും. പക്ഷേ 3നേക്കാളും വലിയ ടികൾക്ക് 3 ഗ്രേറ്റർ ദാൻ 3 ഓർ ഈക്വൽ ടു 3 ഈ വാല്യൂസിന് എന്താണ് ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആയിരുന്നു. പക്ഷേ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് 2 ഇൻറ്റു u3 ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ വാല്യൂ 2 ആയി. അടുത്തത് 6u4 ഓഫ് ടി ആണ്. അപ്പോൾ 4 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെയാണ് വരിക. 4നേക്കാളും വലിയ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ് 6 ആണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇനി എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് വരിക നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഫസ്റ്റ് u1 ഓഫ് ടി ആണ്. അപ്പോൾ u1 ഓഫ് ടി എന്ന് പറയുന്നത്, അപ്പോൾ നമ്മുടെ ഇൻ്റർവെൽസ് എത്ര ഇൻ്റർവെൽസ് ഉണ്ട്, നമ്മൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഇൻ്റർവെല്ല് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 1 ആണ് ഫസ്റ്റ് ഇൻ്റർവെല്ല്. അടുത്ത ഇൻ്റർവെല്ല് വരുന്നത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 3 ആണ്. അടുത്തത് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 4 ആണ്. ഓക്കെ, ദെൻ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. ഇങ്ങനെ നമ്മളുടെ ഫംഗ്ഷൻ ഇൻ്റർവെല്ലുകളുടെ 4ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ എന്തായിരിക്കും ഈ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ u1 ഓഫ് ടി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടി ലെസ് ദാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് നമ്മളുടെ ഈ ഇൻ്റർവെല്ലിലാണ് ഈ 3 ഫംഗ്ഷനുകൾ എന്താണ് ആക്ച്വലി. ഇത് ഓൾറെഡി ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്, ഇത് ഇവിടെ 0 ആണ്. അപ്പോൾ u1 ഓഫ് ടി പ്ലസ് 2u3 ഓഫ് ടി മൈനസ് 6u4 ഓഫ് ടി എന്തായിരിക്കും, അതെല്ലാം എന്തായിരിക്കും 0 പ്ലസ് 0 മൈനസ് 0 ഈക്വൽ ടു 0, എല്ലാ വാല്യൂസാണ്. അടുത്ത ഇൻ്റർവെല്ലിൽ എന്തായിരിക്കും ഫംഗ്ഷൻ വരിക, അടുത്ത ഇൻ്റർവെല്ല് ഇതാണ്. ഓക്കെ, ഈ ഒരു ഇൻ്റർവെല്ലാണുള്ളത് നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ u1 ഓഫ് ടിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, 2u3 ഓഫ് ടിൻ്റെ വാല്യൂ ഇവിടെ 0 ആണ്. അതുപോലെ തന്നെ 6u4 ടിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെന്തായി മാറും, നമ്മുടെ u1 ഓഫ് ടി എന്താണ് 1. ഓക്കെ, പ്ലസ് 2u3 ഓഫ് ടി എന്താണ് ഇവിടെ 0 ആണ്. ഓക്കെ, സോ പ്ലസ് 0, ദെൻ മൈനസ് 6u4 ഓഫ് ടി ഇവിടെ എന്താണ് 0 ആണ്. സോ മൈനസ് 0, ദിസ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അടുത്ത എന്താ വരിക, അടുത്ത ഇൻ്റർവെല്ല് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 4 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി 1 ഉണ്ട് ഈ ഇതിൽ. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്, ഇതാണ് നമ്മുടെ ഇൻ്റർവെല്ല്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ വാല്യൂ 2 ആണ്, ഇവിടെ എന്താണ് വരുന്നത്, ഇവിടെ 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും, ഫസ്റ്റ് u1 ഓഫ് ടി 1, ദിസ് 1. ഓക്കെ, ദെൻ പ്ലസ് 2u3 ഓഫ് ടി എന്താണ് പ്ലസ് 2, മൈനസ് 6u4 ഓഫ് ടി ദിസ് 1. ഓക്കെ, എന്താണ് വരിക, ദിസ് ബിക്കം 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റർവെല് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ എല്ലാം. അപ്പോൾ ഇവിടെ 1 ആണ് u1 ഓഫ് ടി, ഇവിടെ 2 ആണ്, ഇവിടെ 6 ആണ്. ഇതാണ് നമ്മളെ മൂല്യം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ദിസ് ബിക്കംസ് u1 ഓഫ് ടി 1 പ്ലസ് 2u3 ഓഫ് ടി 2 മൈനസ് 6. അപ്പോൾ ഇത് വരും നമ്മുടെ വാല്യൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു -3. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ തന്നിരിക്കുന്ന സ്റ്റെപ്പ് ഫംഗ്ഷനിലുള്ള h ഓഫ് ടിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ എക്സ്പ്ലിസിറ്റ് ഫോം ഓഫ് അവർ ഗിവൺ ഫംഗ്ഷൻ h ഓഫ് ടി ഈസ് equal to 0 when 0 less than or equal to t less than 1, equal to 1 1 less than or equal to t less than 3, equal to 3 when 3 less than or equal to t less than 4,
and equal to minus 3 when t greater than or equal to 4, and this is the answer. Okay.